അപ്പോൾ നമുക്ക് ടോട്ടൽ 1, 9, 10, 11, 8, 19, 1, 20 സ്റ്റെപ്പ് നമുക്ക് കറക്റ്റ് ടോപ്പിലേക്ക് കിട്ടി. അപ്പോൾ 20 സ്റ്റെപ്പ് വരുന്ന സമയത്തേക്ക് ഫസ്റ്റിലത്തെ സ്റ്റെപ്പ് വരുന്നത് ലാൻഡിങ്ങിൻ്റെ ലെങ്ത്ത് വരുന്നത് നമ്മളിപ്പോൾ ഈ ഒരു വൈഡ് 90 ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെയും 90 തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ 90ലേക്ക് വരുന്ന സമയത്തേക്ക് ഈ ഒരു അളവിൽ വരും. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഫസ്റ്റിലത്തെ റൈസർ വരുന്ന ഈ ഒരു അളവിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെപ്പ് വരുമ്പോൾ ഈ വിൻഡോ കവറാവും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇപ്പം ഒരു ഫ്രണ്ടിൽ ഓൾറെഡി ബ്രിക്ക് വെച്ചു, ഈ ഗ്യാപ്പൊക്കെ കണക്കാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഏതായാലും ഈ ഒരു ബ്രിക്കിൻ്റെ പകുതി ഭാഗം കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഇവിടെ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് വിൻഡോ കുറച്ച് ഇങ്ങ് സൈഡിലായിട്ട് കിട്ടിയും ആ വിൻഡോ ഫസ്റ്റിലത്തെ സ്റ്റെപ്പിന് രണ്ടാമത്തെ സ്റ്റെപ്പിന് കവറാവാത്ത രീതിയിൽ കൊണ്ടുപോകാനും പറ്റും. അങ്ങനെ തന്നെ നമുക്ക് ഇവിടെ വരുന്ന സമയത്തേക്ക് ഓൾറെഡി ഇവിടെ ഈ ഒരു വിൻഡോ ഉണ്ട്. ഈ വിൻഡോ വരുന്നത് തൂണ്ട സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടുന്ന രീതിയിലുള്ള, അപ്പോൾ അതും നല്ല വീടിൻ്റെ ഭംഗിക്ക് തന്നെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളതും കട്ട് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് മാറ്റേണ്ടതായിട്ട് വരും. പ്ലാനിങ്ങിൻ്റെ സ്റ്റേജിൽ തന്നെ നമ്മൾ സ്റ്റെയർ കേസിൻ്റെ കാര്യങ്ങൾ ആദ്യം തീരുമാനിച്ച് കഴിഞ്ഞാൽ കുറേ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഇത് ഫിക്സ്ഡ് ആവുന്ന രീതിയിൽ, അതായത് ഏകദേശം ഈ ഒരു ലെവലിലാണ് നമ്മളിപ്പം മാർക്കിംഗ് വരുന്ന സമയത്തേക്ക് സ്റ്റെയർ കേസ് വരുന്നത്. അപ്പോൾ ഇത് ഫിക്സ്ഡ് ചെയ്യുന്ന രീതിയിലും തുറക്കാൻ പറ്റാത്ത രീതിയിലുള്ളതും ഇത് ഓപ്പൺ ചെയ്യുന്ന രീതിയിലേക്കും വരും.